മൃഗശാലയിൽ കിടക്കുന്ന മൃഗങ്ങളെപ്പോലെ ഒരു കോമ്പൗണ്ട് തിരിച്ച കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ ഒരു കൂട്ടിനകത്തോ കിടക്കേണ്ടി വന്ന മനുഷ്യരെക്കുറിച്ച് അറിയാമോ? ഇത് 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലും അമേരിക്കയിലും നടന്നുകൊണ്ടിരുന്ന കറുത്ത വർഗ്ഗക്കാരുടെ മേൽ വെളുത്ത വർഗ്ഗക്കാർ അടിച്ചേൽപ്പിച്ചിരുന്ന വിനോദം. വെറുപ്പ് നിറഞ്ഞ സ്വന്തം ജീവിതത്തിന്റെയും കഥയാണ് ഒരു പ്രദർശന വസ്തുവായി ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നതിന്റെ അവസ്ഥ. എപ്പോഴും ശ്രേഷ്ഠരും ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ള വെളുത്ത വർഗ്ഗക്കാർക്കാണെന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു ഈ വിനോദത്തിന്റെ പിന്നിൽ. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിലൂടെയാണ് വംശീയതയുടെ ഏറ്റവും വലിയ ഭീകരരൂപം ലോകം മുഴുവൻ കണ്ടത്. അപ്പോഴാണ് മനുഷ്യസൂവിനെയും ചൂണ്ടിക്കൊണ്ട് ജനങ്ങൾ ചോദിച്ചത്, ഇതും അതേ ക്രൂരതയല്ലേ? എന്നിട്ടും മനുഷ്യസൂവിന് ഒരു അവസാനമുണ്ടായില്ല. കോഗോ ഗ്രാമം എന്ന പേരിൽ 1958 ബെൽജിയമിൽ വീണ്ടും ഒരു മനുഷ്യസൂ ഉയർന്നു. 1958 ബെൽജിയമിൽ നടന്ന ലോകമേളയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ മനുഷ്യസൂ ഉള്ളത് കൊണ്ട് ഇറങ്ങിപ്പോയി. ലോകമെമ്പാടും പ്രതിഷേധം സജ്ജമായി. അങ്ങനെ അവസാനത്തെ മനുഷ്യസൂവും അവിടെ അന്ത്യം കുറിച്ചു. അതിനുശേഷം ഇന്നുവരെ ലോകത്ത് ഒരു സ്ഥലത്തും മനുഷ്യസൂ പ്രദർശിപ്പിച്ചിട്ടില്ല മനുഷ്യരെയും. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് മഹാന്മാരെ എന്നും ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.